അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഒഴുക്കൻ മട്ടിൽ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? രാഹുൽ ഇന്നും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ശക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അഭിലാഷ്. അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും തന്റെ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു റീലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഈ വോട്ട് മോഷണത്തിലൂടെ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഇന്ന് ഫ്രീഡം പാർക്കിൽ നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ അത് തങ്ങൾക്ക് ഫലം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 1 കോടി വോട്ടർമാരാണ് പുതുതായി ചേർന്നത്. ഈ 1 കോടി വോട്ടർമാരും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ച അന്നുണ്ടായി. അന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയതാണ്. അന്ന് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവർത്തിച്ച് ഇതിൻ്റെ ഡേറ്റ ഹാജരാക്കാനായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സോഫ്റ്റ് കോപ്പി നൽകാനായിട്ടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവയൊന്നും തന്നെ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലുള്ള ഒരു കണക്കാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഉൾപ്പെടെ എടുത്തു പറഞ്ഞത്. അവിടെ നടത്തിയിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞത് തങ്ങളുടെ ടീമിൻ്റെ ഒരു കണ്ടെത്തലിലൂടെ ഇവിടെ ഫോം 16ൻ്റെ ദുരുപയോഗം നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരട്ട വോട്ടുകളുണ്ട്. അതുപോലെ 100-ലധികം വോട്ടർമാർ ഒറ്റ വിലാസത്തിൽ തന്നെ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ക്രമക്കേടുകൾ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റ് തങ്ങൾക്ക് തരികയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലും സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നതായി തെളിയിക്കാമെന്നാണ് രാഹുലിൻ്റെ വെല്ലുവിളി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് നൽകണം, പരാതി നൽകണമെന്ന് പറയുന്ന വാദത്തിന് രാഹുൽ മറുപടി നൽകുന്നത് താൻ ഭരണഘടനയിലൂന്നി പ്രതിജ്ഞ ചെയ്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളാണ്, തനിക്ക് മറ്റൊരു തരത്തിലും ഇനി ഒരു പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള വാദമാണ് രാഹുൽ ഗാന്ധി ഇന്ന് വേദിയിൽ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് ഫ്രീഡം പാർക്കിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടിയുമായി രാഹുലിൻ്റെ ഏറ്റവും പുതിയ വാദങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിലൂടെ പറയുന്നത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദിത്യ ശ്രീവാസ്തവയുടെ പേര് രാഹുൽ ഗാന്ധി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പ്രധാനമായിട്ടും എടുത്തുന്നയിച്ച പേരായിരുന്നു. 4 സംസ്ഥാനങ്ങളിൽ ഈ ആദിത്യ ശ്രീവാസ്തവയുടെ പേരുണ്ടായിരുന്നു. ഇയാളുടെ പേര് ഇതിന് മുമ്പ് തന്നെ ഈ 4 സംസ്ഥാനങ്ങളിൽ കണ്ടെത്തിയതിന് ശേഷം ഒഴിവാക്കിയിട്ടുള്ളതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ അവ ഹാജരാക്കി പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് പരാതി നൽകാൻ തയ്യാറാകണം എന്നുള്ള ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇനി അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുക എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എന്തായാലും ഈ പോര് ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും തീരുമാനം. ഇതിൽ ഈ ഒഫീഷ്യലി ഇതിൽ രേഖകൾ നൽകിക്കൊണ്ട് ഇക്കാര്യങ്ങൾ തെളിയിക്കുമോ? ചട്ടപ്രകാരം പരാതി നൽകി തെളിയിക്കാൻ കൂടി രാഹുൽ തയ്യാറാകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും രാഹുൽ അങ്ങനെ കേന്ദ്രത്തിൽ ബി.ജെ.പിക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ KPCCയിൽ പുനഃസംഘടന നാളെ എന്ന നിലയിൽ നീളുകയാണ്. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ച അനിശ്ചിതത്വത്തിലാണ്. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. N ശക്തൻ തുടരണമെന്ന ഒരു വിഭാഗം നിലപാടെടുക്കുകയും മറുവിഭാഗം ഇതിനെ എതിർക്കുകയും ചെയ്തതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. ഗ്രൂപ്പ് നേതാക്കളുമായും പാർട്ടിയിൽ നിർണായക സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളുമായും അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി അനുനയ നീക്കത്തിലൂടെ പുനഃസംഘടനാ പട്ടിക പുറത്തു വരാനിരിക്കെയാണ് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നത്. പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരാണ് അധ്യക്ഷ സ്ഥാനത്ത് ശക്തൻ തന്നെ തുടരട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുമ്പോട്ട് വെച്ച ചെമ്പഴന്തി അനിലിന്റെയും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ശരത്ചന്ദ്ര പ്രസാദിന്റെയും പേരുകൾക്ക് പുറമെ M വിൻസെന്റ്, മണക്കാട് സുരേഷ്, KS ശബരിനാഥൻ,
RV രാജേഷ് തുടങ്ങിയ പേരുകളും നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ശക്തനെ തുടരാൻ അനുവദിക്കുന്നതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടാർ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പാർട്ടിയിലെ രണ്ടാം നിരയുടെ ആക്ഷേപം. അതേസമയം എറണാകുളം, തൃശൂർ, പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിലവിലെ DCC അധ്യക്ഷന്മാർ തുടർന്നേക്കും. അതിനിടെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കാൻ രഹസ്യ ഇടപെടൽ നടത്തിയ KPCC ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ സുധാകരൻ പക്ഷവും എതിർപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിലെ ഒരു പ്രമുഖനുമായി അണിയറ നീക്കം നടത്തിയതിനുള്ള പ്രതിഫലമായാണ് ഇയാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് സുധാകരന്റെ ആക്ഷേപം. ഈ നീക്കത്തിനെതിരെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കെ സുധാകരൻ പരസ്യ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. എതിർപ്പുകൾ വകവയ്ക്കാതെ പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കിയാൽ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. അതേസമയം BJP-യിലേക്ക് വരുമ്പോൾ അവിടെ BJP-യിൽ വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് BJP കോർ കമ്മിറ്റി രൂപീകരണത്തിൽ ചില വനിതാ നേതാക്കൾക്കുള്ള എതിർപ്പാണ് കാരണം. അങ്ങനെ പാർട്ടി ഗ്രൂപ്പിൽ തന്നെ ഈ എതിർപ്പ് അറിയിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. എതിർപ്പ് അറിയിച്ചത് മുൻ സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ ആണ്. കോർ കമ്മിറ്റിയിൽ കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്താത്തതിൽ ആണ് ഈ വിമർശനം. അതായത് കോർ കമ്മിറ്റിയിലെ 21 അംഗങ്ങളിൽ 21 പേർ, അതായത് കോർ കമ്മിറ്റിയിൽ 21 പേരും പുരുഷന്മാരാണ്, ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അതിനെ കോറിൽ 21 നാരായണന്മാരും ഒരു നാരായണിയും മാത്രം എന്നാണ് ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നതാണ്. അതും ഒരു വനിത തന്നെയാണ്. ഇത്തരത്തിലൊരു മുതിർന്ന BJP നേതാവും വനിതയും ആണ് ഇങ്ങനെ, സിന്ധുമോൾ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് എന്നതാണ്. ഇതിനെ ആരെങ്കിലും ഏറ്റുപിടിക്കുമോ വരും ദിവസങ്ങളിൽ എന്നാണ് കണ്ടറിയേണ്ടത്. CPI-യിലേക്ക് വരുമ്പോൾ CPI മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞുവെന്ന് CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിക്കുകയാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന വിമർശനം ആണ് ഉയർന്നത്. VV അരുണാണ് ചേരുന്നത്. അരുൺ, വലിയ വിമർശനമാണ്, പ്രത്യേകിച്ച് കാലങ്ങളായി മുന്നണിയുടെ ഭാഗമാണ്, പക്ഷേ അവിടെ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് CPM-നുള്ളത് എന്ന ഒരു വിമർശനമൊക്കെ CPI-ക്കുള്ളിൽ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിനേക്കാൾ കടന്ന് വിമർശനം പോവുകയാണോ? തീർച്ചയായിട്ടും വലിയ വിമർശനമാണ് CPM-നെതിരെ സമ്മേളനത്തിൽ CPI-യുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. പിണറായി സർക്കാർ എന്നാണ് പലപ്പോഴും പറയുന്നത്. ഇത് പിണറായി സർക്കാരിലെ ഇടതു മുന്നണി സർക്കാരാണ് എന്ന് വേണം പറയേണ്ടത്. ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്നല്ല പറയേണ്ടത്. ഈ CPM പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് സമാനമായാണ് മുന്നോട്ട് പോകുന്നത്. കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്നുണ്ട് സർക്കാർ. അതുപോലെ തന്നെ CPI വകുപ്പുകളെ തഴந்தாഴ്ത്തുന്നു. CPI വകുപ്പുകൾക്ക് പണം നൽകുന്നില്ല എന്ന വിമർശനമുണ്ട്. ഹോർട്ടികോർപ്പിനെ പോലുള്ള വകുപ്പുകൾ, അതുപോലെ സിവിൽ സപ്ലൈസ് പോലുള്ള വകുപ്പുകൾക്ക് തുക നൽകാതെ അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്ന വിമർശനവും ഉയർന്നു വന്നു. ഈ വിഷയത്തിൽ പല കാര്യങ്ങളിലും CPM-നെ എതിർക്കാൻ, ശക്തമായി എതിർക്കാൻ CPI നേതാക്കൾ കഴിയുന്നില്ല. ബിനോയ് വിശ്വത്തെ രൂക്ഷ വിമർശനവും പരിഹാസത്തോടു കൂടിയാണ് പ്രതിനിധികൾ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത്. ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണോ എന്ന് പരിഹസിച്ചു. എന്തു പറയുന്നു അദ്ദേഹത്തിന് പോലും അറിയാത്ത സാഹചര്യമാണ്. ഗുളിക കഴിക്കും പോലെയാണ് പലപ്പോഴും പ്രസ്താവനകൾ. രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് മറ്റൊന്ന്, വൈകിട്ട് വേറൊന്ന് എന്ന രീതിയിലാണ് പറയുന്നത്. എളിയത്തെയും ചന്ദ്രപ്പനെയും കണ്ട് പഠിക്കണം. CPI നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കുകയാണ്. AK സെന്ററിൽ പോയി ചായ കുടിച്ച് കുശലം പറഞ്ഞ് മടങ്ങുന്നു എന്ന വിമർശനവും ഉയർന്നു. നേരത്തെ പുറത്തുവിട്ട CPI-യിലെ ഒരു ജാതി വിവാദമുണ്ട്, അത് സമ്മേളനത്തിലും ഉയർന്നു വന്നു. ഒരു ലഘുലേഖയാണ് ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടത്. ഈ CPI-യിലെ ജാതി വിവേചന ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലും അത് ആരോപണമായി ഉയർന്നു വന്നു. CPI ജാതി വിവേചനമുണ്ട്, പിന്നാക്ക വിഭാഗങ്ങൾ അവഗണിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം N രാജനെ പോലും തരം താഴ്ത്തുന്ന വിമർശനമുണ്ടായി. പ്രചരണ മാധ്യമങ്ങൾ അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് ചേർക്കുന്നത്. ഇതാണ് ഈ ജാതി വിവേചന ഉദാഹരണമായി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞു. CPI-CPM ബന്ധം ഉപേക്ഷിക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പാള കീറും പോലെ നമ്മളെ കീറി എറിഞ്ഞവരാണ് CPM-കാർ. എന്നിട്ട് ഇപ്പോഴും അവർക്കൊപ്പം പോയി നിൽക്കുകയാണ് നമ്മൾ. നാറിയവനെ ചുവന്നാൽ ചുവന്നവനും നാറും. മുന്നണി ബന്ധം ഇനിയെങ്കിലും പുനരാലോചിക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നു. CPI മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഈ സമ്മേളനത്തിലുണ്ടായി. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഇത്രയധികം വിമർശനങ്ങൾ. സംഘടനാ റിപ്പോർട്ടിന്മേൽ നാളെ ചർച്ച നടക്കും. പുതിയ കമ്മിറ്റിയും നാളെ തിരഞ്ഞെടുക്കും. അഭിലാഷ്.
യെസ്, ഇതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും CPI-യിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ എന്ന പരാമർശം, അല്ലെങ്കിൽ അത്തരത്തിലല്ല ഈ സർക്കാരിനെ വിലയിരുത്തേണ്ടത്, ഇടത് സർക്കാർ എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി